നമ്മൾ ഇനി പോകുന്നത് ത്രികോണ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്ക്, പത്തനംതിട്ടയിലേക്ക്. രൂപീകരിച്ചത് മുതൽ UDF-നെ കൈവിടാതെ മുറുക്കി പിടിച്ചിട്ടുണ്ട് പത്തനംതിട്ട മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം കണ്ട സ്ഥലമാണ്. 2009 മുതൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണിയാണ് വിജയക്കൊടി നാട്ടിയത്. 3 തവണയും LDF-ഉം NDA-യും ഉയർത്തിയ വെല്ലുവിളിയും ചെറുതല്ല. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ടയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. തീർത്ഥാടനത്തിന്റെ തലസ്ഥാനമാണ്, കർഷകരുടെ നാടാണ്, പ്രവാസികൾ കൂടുതലുള്ള ജില്ലയാണ്. അങ്ങനെ സവിശേഷതകളേറെയുണ്ട് ഈ മലയോര മണ്ഡലത്തിന്. സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പരിചയപ്പെടാം. നമുക്ക് മുന്നിൽ അവർ ഇതാ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇടത് സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയും ഒരേ നിറത്തിലുള്ള വസ്ത്രം ഇട്ടിരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു രാഷ്ട്രീയ വിഷയത്തിന്റെ കൂടി ഒരു ഭാഗമായി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ അങ്ങനെ ഒരു സഖ്യമുണ്ട് എന്നുവരെ അവിടെ ആരോപിക്കുന്നുണ്ട് ആന്റോ ആന്റണി. കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് MP ഇറങ്ങുന്നു. ഡോക്ടർ TM തോമസ് ഐസക് എന്ന CPIM-ന്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയൊപ്പം BJP-യിലേക്ക് അടുത്തിടെ എത്തിയ അനിൽ ആന്റണി എന്ന AK ആന്റണിയുടെ മകൻ അവിടെ NDA-ക്ക് വേണ്ടി ഇറങ്ങുന്നു. പത്തനംതിട്ടയിലെ വോട്ട് വിഷയങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയം വളരെ വലിയ ചർച്ചാ വിഷയമാണ് പത്തനംതിട്ടയിൽ. അതോടൊപ്പം തന്നെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഇവയൊക്കെയാണ്. മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇക്കുറി ആർക്കൊപ്പമാണ്? സമദൂരത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യാൻ പറയുന്ന ഓർത്തഡോക്സ് NSS വോട്ടുകൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ ഒരു വോട്ട് വിഷയമാണ് എല്ലായ്പ്പോഴും. അതോടൊപ്പം തന്നെ മലയോര മേഖലയായതുകൊണ്ട് തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം, കാടിറങ്ങി വരുന്ന ഭീതി, അത് വയനാടിനെയും ഇടുക്കിയെയും കണ്ണൂരിനെയും ഒക്കെ പോലെ പത്തനംതിട്ടയെയും അലട്ടുന്നുണ്ട്. തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വോട്ട് ചോദ്യമായി അവിടെ നിൽക്കുന്നത്. ഒപ്പം മണ്ഡലത്തിൽ എത്രത്തോളം വികസനം എത്തിക്കാൻ കഴിഞ്ഞ രൂപീകരണം മുതൽ MP ആയിരുന്ന ആന്റോ ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബാക്കി കാര്യങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ പറയും. പ്രവീൺ പുരുഷോത്തമൻ, കഴിഞ്ഞ തവണ കണ്ടത്ര വാശിയേറിയ ഒരു പോരാട്ടം ഇക്കുറിയുണ്ടോ? എന്താണ് പത്തനംതിട്ടയുടെ നിലവിലെ ഒരു പൾസ്? സുജിയ, കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ വാശിയേറിയ പോരാട്ടമാണ് ഇക്കുറി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ ശബരിമല വിഷയം കത്ത് നിന്ന സമയത്തായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വിഷയങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുതിയ വിഷയങ്ങളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും ചൂടുപിടിച്ച അല്ലെങ്കിൽ വളരെ ഊർജിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് നടത്തിയത്. മലയോര മേഖലയായതിനാൽ തന്നെ സുജയ പറഞ്ഞതുപോലെ വന്യമൃഗ ആക്രമണ വിഷയങ്ങൾ, ഒപ്പം തന്നെ റബ്ബർ കർഷകർ കൂടുതലുള്ള മേഖലയാണ്. ആ കർഷകരുടെ നിലപാടുകൾ എങ്ങോട്ടേക്ക് ചായും? അത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 3 തവണയും UDF വെന്നിക്കുഴി പാറിച്ച ഒരു മണ്ഡലം. 4ാമത്തെ തവണ UDF-ന് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ വീണ ജോർജിലൂടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു CPIM-ന്. ഇക്കുറി അത് തോമസ് ഐസക്കിലൂടെ നേടാൻ കഴിയുമോ എന്ന് നോക്കുന്നു. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ തന്നെയാണ് NDA-ക്ക് വേണ്ടി ഇറങ്ങിയത്. ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തന്നെ NDA-ക്ക് വേണ്ടി കളത്തിലിറങ്ങി എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ഇക്കുറി അവസാന നിമിഷത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഏത് ഭാഗത്തേക്ക് തിരിയും എന്നുള്ളൊരു ആശങ്കയിൽ കൂടിയാണ് 3 മുന്നണികളും ഉള്ളത്. നേരത്തെ തന്നെ NDA വളരെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടുകൾ നേടാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതേസമയം തന്നെ LDF-ഉം ഒപ്പം തന്നെ UDF-ഉം അതേ ശ്രമം തന്നെ ഇപ്പോഴും നടത്തുന്നുണ്ട്. 3 മുന്നണികളും ഒരേപോലെ അവകാശപ്പെടുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ആ വോട്ടിൽ തന്നെയാണ് 3 മുന്നണികളുടെയും പ്രതീക്ഷ. അതേസമയം തന്നെ ആന്റോ ആന്റണിയെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് മർത്തോമ സഭയുടെ പിന്തുണ ലഭിക്കുമോ എന്ന ഒരു ആകാംക്ഷ കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. സുജയ, ഓക്കെ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് നോക്കാം പത്തനംതിട്ടയിലെ KYC. നമുക്ക് സിറ്റിംഗ് MP-യിൽ നിന്ന് തുടങ്ങാം. ആന്റോ ആന്റണി കേരള സർവകലാശാലയിൽ നിന്ന് BA ബിരുദമാണ് എടുത്തിരിക്കുന്നത്. BA ഹോൾഡറാണ് ആന്റോ ആന്റണി. അടുത്തത് ഡോക്ടർ TM തോമസ് ഐസക് ആണ്. ഡോക്ടർ TM തോമസ് ഐസക് JNU-വിൽ നിന്നാണ് PhD എടുത്തിരിക്കുന്നത്. PhD ഹോൾഡറായ ഏക സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ അത് തോമസ് ഐസക് ആണ്. മൂന്നാമത്തേത് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ്. ഒപ്പം കേരള സർവകലാശാലയിൽ നിന്ന് BTech എടുത്തിട്ടുണ്ട് അനിൽ ആന്റണി. അപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും നമ്മൾ അറിഞ്ഞിരിക്കുന്നു.